മോദകവും അപ്പവും ആവിയിൽ വേവിച്ചെടുത്ത് ഈ മോദകവും അപ്പവും അരിയും ശർക്കരയും തേങ്ങയും കൂടെ പഴവും കൂടെ ചേർത്ത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ഇത് തെരളിയപ്പം എന്നും പറയും. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറാക്കുന്ന ഒരു നൈവേദ്യമാണ്. അതേ കൂട്ടുവെച്ച് മോദകവും തയ്യാറാക്കുന്നുണ്ട്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി കടയിൽ നിന്ന് മേടിച്ചിരിക്കുന്ന അരിപ്പൊടി തന്നെ എടുത്തിരിക്കുന്ന 3/4 ഗ്ലാസ് പുട്ടുപൊടിയും 3/4 ഗ്ലാസ് ഇടിയപ്പത്തിൻ്റെ പൊടിയും കൂടെ കലർത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് ചിരകിയ തേങ്ങ ആ ഗ്ലാസ്സിൽ കുറച്ച് ടൈറ്റായിട്ട് അളന്നെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിയും തേങ്ങയും കൂടെ നന്നായിട്ട് പിടിച്ചെടുക്കുക. അപ്പോൾ തേങ്ങയിലുള്ള വെള്ളമയം പൊടിയിലേക്കും ശകലം പിടിച്ച് കിട്ടും. അതിലേക്ക് 1 ഗ്ലാസ് ശർക്കര അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കട്ടയുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ആവശ്യത്തിനുള്ള പഴം 4 മുതൽ 5 വരെ, കഴിയുന്നതും മൈസൂർ പഴം ഇല്ലെങ്കിൽ പാളയംകുടം പഴം പറയും, അത് ചേർത്ത് വേണം കുഴയ്ക്കാനായിട്ട്. അതിലൊരു ചെറിയ പുളിമയവും ഉണ്ട്. ഇല്ലെങ്കിൽ പൂവൻ എടുക്കുക. ഇത് കിട്ടിയില്ലെങ്കിൽ ഞാലിപ്പൂവൻ എടുക്കുക. ഇതിപ്പം 4 പഴം ഞാൻ ചേർത്തിട്ടുണ്ട്. 5 പഴം ചേർക്കുകയാണെങ്കിൽ നമുക്ക് മാവ് കറക്റ്റായിട്ട് കൂട്ടി കിട്ടും ഈ പരുവത്തിൽ. ഇപ്പം അതിന് പകരം ഇപ്പോൾ പഴം കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ശകലം തേങ്ങാവെള്ളം തെളിച്ച് കൊടുക്കുക. അത് കാണിക്കാനായിട്ട് ഞാൻ 4 പഴമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാവെള്ളം ചേർത്താൽ മതി, കൂടുതൽ ചേർക്കരുത്. അത് കഴിഞ്ഞ് ഈ കൂട്ടിലേക്ക് ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒട്ടും നെയ്യ് ചേർക്കാതെ തയ്യാറാക്കണം എന്നുള്ളവർക്ക് നെയ്യ് ചേർക്കാതെ തന്നെ ഇത് തയ്യാറാക്കാം. നെയ്യ് ചേർക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു മയവും കിട്ടും, മണവും കിട്ടും. കൂടെ നൈവേദ്യത്തിന് നമ്മൾ സാധാരണ നെയ്യ് ശകലം ചേർക്കാറുണ്ട്, അതുകൊണ്ട് നെയ്യ് ചേർത്തതാണ്. ഈ മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ മാറ്റി വയ്ക്കുക. അപ്പം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുകയും ചെയ്യും. ഇനി മോദകവും അപ്പവും തയ്യാറാക്കാനായിട്ട് വഴണ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രഷായിട്ടുള്ള പച്ച ഇല കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണക്കി വെച്ചിരിക്കുന്ന ഇല വെച്ചും തയ്യാറാക്കാം. അത് നല്ല ചൂട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇതുപോലെ നന്നായിട്ട് മുക്കി വയ്ക്കുകയാണെങ്കിൽ ഇല മടങ്ങി കിട്ടാനായിട്ടുള്ള പരുവത്തിൽ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് വെള്ളത്തിൽ നിന്നും നന്നായിട്ട് മാറ്റിയിട്ട് വെള്ളമയം ഒന്ന് മാറ്റിയെടുക്കുക. ഇനി ആദ്യം അപ്പം ഈ ഇലയിൽ എങ്ങനെയാണ് ചുരുട്ടി വയ്ക്കുന്നതെന്നാണ് ആദ്യം കാണിക്കുന്നത്. ഇതുപോലെ പിടി പോലെ ആക്കിയിട്ട്, ഇപ്പോൾ ചെറിയ ഇലയാണെങ്കിൽ ഇതുപോലെ ഒരിലയിൽ വയ്ക്കുക. എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് വയ്ക്കുക. ഇനി ഇല നല്ല വലിയ ഇല ഇതുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിലയിൽ തന്നെ 2ഓ 3ഓ അപ്പം ചുരുട്ടിയെടുക്കാൻ പറ്റും. ഒന്ന് ചുരുട്ടിയതിന് ശേഷം അടുത്ത അപ്പം ഇതുപോലെ വയ്ക്കുക. അപ്പം ഓരോ അപ്പം ഒട്ടിപ്പിടിക്കത്തുമില്ല. പ്രത്യേകം ആവിയിൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാനും പറ്റും. ഇതുപോലെ ഈ വലിയ ഇലയിൽ 3 അപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് സീൽ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ ഇലയിൽ അപ്പം തയ്യാറാക്കുകയാണെങ്കിൽ ഇതുപോലെ അപ്പോൾ വെന്ത് വരുമ്പം വഴണ ഇലയുടെ ആ ഒരു മണവും കൂടെ കിട്ടുമ്പം അപ്പത്തിന് പ്രത്യേക ഒരു സ്വാദാണ്. ഇത് ഇഡ്ഡലി തട്ടത്തിൽ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം വെള്ളം തിളപ്പിച്ചതിന് ആവിച്ചെമ്പിലേക്ക് വെച്ച് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ആവി കയറ്റി എടുക്കുക. ഇനി ഇതുപോലെ മോദകത്തിൻ്റെ മോൾഡ് കിട്ടും. അതിലേക്ക് നമ്മൾ മോദകം തയ്യാറാക്കുകയാണെങ്കിൽ ആ ഷേപ്പ് നമുക്ക് നല്ല ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമ്മൾ സാധാരണ മോദകം തയ്യാറാക്കുന്നത് പോലെ കൈവച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ആ ഡിസൈൻ കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ അച്ചില്ലാത്തവർക്ക് കൈവച്ച് തന്നെ ചെറിയൊരു മോദകം ഷേപ്പ് ചെയ്തെടുത്തേച്ചാൽ മതി. എങ്ങനെ വേണമെങ്കിലും ഇതേ മാവ് വെച്ച് നമുക്ക് തയ്യാറാക്കാം. അത് ആവിയിൽ ഇഡ്ഡലി തട്ടിൽ വെക്കുന്നതിന് ഇതുപോലെ വഴണയില ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ തയ്യാറാക്കിയ മോദകം വെക്കുന്നുണ്ട്. അപ്പം
ആ ഇലയുടെ ഒരു മണം മോദകത്തിന് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വഴണയില ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്രഷാണ് വഴണയില എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഇപ്പം അച്ചില്ലാത്തവർക്ക് ഇതുപോലെ സാധാരണ മോദകം തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കും. ഇതാദ്യം തയ്യാറാക്കിയ ഇലയപ്പം ഒരു അരമണിക്കൂറോളം ആവി കയറ്റിയിട്ടുണ്ട്. മോദകം എന്ന് പറയുന്നത് സൈസ് ചെറുതാണ്, അപ്പം സമയം അത്രയും വേണ്ടി വരത്തില്ല. രണ്ടും ആവി കയറ്റി എടുത്തതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കുക. കൂട്ടിൽ നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ളതുകൊണ്ട് ചൂടായിട്ടിരിക്കുമ്പോൾ കുറച്ച് അയവ് പോലെ തോന്നുകയാണെങ്കിലും തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. ശർക്കരയുടെ അതിലുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഇലയിൽ നിന്ന് എടുക്കുകയാണെങ്കിലും എടുത്തു കഴിയുമ്പോൾ അത് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. ഇപ്പം മോദകം തണുത്തതിന് ശേഷം ഇതാ നോക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇപ്പം അപ്പമാണ് ഇലയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇപ്പം 3 എണ്ണം ഉള്ള അപ്പം എടുത്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇല എടുക്കുമ്പം ഓരോന്നായിട്ട് നമുക്ക് എടുക്കാനും പറ്റും. ആ വഴണയിലയുടെ മണം ഈ അപ്പത്തിൽ നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഈ രീതിയിലൊന്ന് അപ്പവും മോദകവും തയ്യാറാക്കി നോക്കുക ഈ വിനായക ചതുർത്ഥിക്ക്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.